കൊല്ലം ഏരൂരിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞു. അപകടം. കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് രാത്രി 12 മണിയോടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. പുളിമൂട്ടിൽ വീട്ടിൽ ഫാത്തിമയുടെ വീടാണ് തകർന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, ആ ദൃശ്യം കണ്ടാൽ തന്നെ ഭീകരമായ അപകടമാണ്. ആരും പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും വലിയ അപകടമായിരുന്നു. ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അഭിലാഷ്. ഇന്നലെ രാത്രി 12 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അതോടെ ഇത്തരത്തിൽ സാധാരണ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതുപോലൊരു വലിയ ലോറി മറിഞ്ഞ് വീടിന് മുകളിലേക്ക് ഉണ്ടാകുന്ന ഒരു അപകടം ആദ്യമായിട്ടാണ്. ആ അപകടത്തിന് തൊട്ട് മുമ്പ് വരെ രണ്ടുപേരും, ഉമ്മയും മകനും അവിടെ ഇരുന്ന് TV കാണുകയായിരുന്നു. രാത്രിയായപ്പോൾ ഉറങ്ങാനായി മുറികളിലേക്ക് പോയി. അല്ലാത്ത പക്ഷം 2 പേരുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് പോലും ആ കാര്യങ്ങൾ എത്തുമായിരുന്നു. ലോറി ഡ്രൈവറുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് ആക്രി സാധനങ്ങളുമായി കയറ്റിപ്പോയ വലിയ ലോറിയാണ് മറിഞ്ഞത്. അങ്ങനെയാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ് കാര്യമാണ്. പക്ഷേ ആ വീടിൻ്റെ 3/4 ഭാഗത്തോളം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. അങ്ങനെ തകർന്നു പോയ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിനായാലും അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എന്ന് തന്നെ വേണം ഇപ്പോൾ ഇക്കാര്യത്തെ പറയാൻ. അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി പ്രദേശത്ത് ഈ തദ്ദേശ സേവന സ്ഥാപനങ്ങളൊക്കെ തന്നെ സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവിടെയുള്ള ജനങ്ങൾ ഉന്നയിക്കുന്നത്. കണ്ണൻ നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. അപകടങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമെങ്കിൽ ഇതുപോലൊരു അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ കഷ്ടിച്ച് ദൈവം തമ്പുരാൻ അവരുടെ ജീവന്, ആ ലോറി ഡ്രൈവറിനായാലും ഈ വീട്ടിലൊരു ഉമ്മായും ഒരു മകനും ഉണ്ടായിരുന്നു. അവർ രണ്ടും തലമുടി നാരിന്റെ ഒരു വ്യത്യാസത്തിൽ നിന്ന് പോലും പറയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ എന്തോ തമ്പുരാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവരുടെ ആയുസ്സിന് മറ്റൊന്നും സംഭവിക്കാതെ തമ്പുരാൻ അവരെ ഇട്ടേച്ചു പോയി. അത്രയും നമുക്കത് പറയാനും എടുക്കാനും പറ്റുന്നുള്ളു. കണ്ടുകൊണ്ടിരുന്നിട്ടപ്പോ ഉറക്കം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കിടന്നു. ഞാൻ മാറിയില്ലെങ്കിൽ അവിടെയായിരുന്നെങ്കിൽ ആ ജീവനോട് ഉണ്ടാകത്തില്ല, ഉണ്ടാകത്തേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇടിഞ്ഞെല്ലാം കൂടെ വീണത്, അത് ഈ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന വലിയ വലിയ കമ്പികളെല്ലാം കൂടെ വന്ന് വീണത് അവിടെ ഇരുന്ന സ്ഥലത്താണ്. എല്ലാ സാധനങ്ങളും പോയി, സകല സാധനങ്ങളും ഇനി ഒന്നുമില്ല. ഞങ്ങൾക്ക് വെച്ച് കുടിക്കാനും ഒന്നുമില്ല, അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും ഒന്നും സംഭവിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ വിളി മൊത്തം ഇവന് കരഞ്ഞും കൊണ്ട് ഓടിക്കുക, എൻ്റെ അമ്മാന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വന്ന് ഇവനും വിചാരിച്ച് ഞാൻ മരിച്ചെന്ന്.